all edges of a square pyramid are of the same length and its height is 12 centimeter. What is its volume? വക്കുകളെല്ലാം തുല്യ നീളമായ ഒരു സമതല സ്തൂപികയുടെ ഉയരം 12 സെന്റിമീറ്റർ ആണ്. അതിന്റെ വ്യാപ്തം എന്താണ്? ഇവിടെ വക്കുകളെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ഹൈറ്റ് ആണ്, h തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വോളിയം ആണ്. വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? a സ്ക്വയർ വേണം, h വേണം, അഥവാ a വേണം, h വേണം. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എഡ്ജ് ആണ്. ബേസ് എഡ്ജ് നമുക്ക് അറിയില്ല. h നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ h വെച്ചിട്ട് നമ്മൾ a കണ്ടുപിടിക്കണം. ആ a കണ്ടുപിടിക്കണമെങ്കിൽ h കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? l വേണം. l വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഇയും എല്ലും എയും ഉള്ള റിലേഷൻ വെച്ചിട്ട് l കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇയും എല്ലും എയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഉപയോഗിക്കാം. ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ ആണ്. എല്ലാ വാക്കുകളും ഈക്വൽ ആണ്. അപ്പൊ എല്ലാത്തിനും ഞാൻ എ എന്ന് കൊടുത്തു. ബേസ് എഡ്ജ്, ലാറ്ററൽ എഡ്ജ് രണ്ടും ഈക്വൽ ആണ്. പാദവക്കും പാർശ്വവക്കും ഈക്വൽ ആണ്. രണ്ടിനെയും എ എന്ന് കൊടുത്തു. അപ്പൊ ഇയുടെ സ്ഥാനത്ത് എ എന്ന് വരും. ഈ എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പുറത്തോട്ട് വരുമ്പോൾ മൈനസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ ആവും, ഈക്വൽ ടു എൽ സ്ക്വയർ. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എൽ സ്ക്വയർ കിട്ടും, അഥവാ എ സ്ക്വയർ. സ്ക്വയറിനുള്ളിൽ കൊടുക്കുക, എന്റെ സ്ക്വയർ എ സ്ക്വയർ, രണ്ടിന്റെ സ്ക്വയർ 4. ഇനി ക്രോസ് ചെയ്യാം. എ സ്ക്വയർ ഇൻറ്റു 4, 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4 ഉണ്ട്. 4a സ്ക്വയർ എന്ന് ഒരു എ സ്ക്വയർ പോയാൽ 3a സ്ക്വയർ. അപ്പൊ 3a സ്ക്വയർ ബൈ 4 ആണ് എൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി എൽ സ്ക്വയറും എച്ചും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. എൽ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3a സ്ക്വയർ ബൈ 4 ആണ്. എ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ സ്ക്വയർ എ സ്ക്വയർ, രണ്ടിന്റെ സ്ക്വയർ 4. ഇനി ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇതിവിടെ മൈനസ് ആയി. എച്ച് നമുക്കറിയാം 12 ആണ്. അതിന്റെ വാല്യൂവും കൊടുത്തു. 3a സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണ്. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ചെയ്താൽ മതി. 3a സ്ക്വയറിന് ഒരു എ സ്ക്വയർ പോയാൽ 2a സ്ക്വയർ. ഓക്കെ, ഇപ്പൊ ഈ 2ഉം 4ഉം എന്തായി പോകും? ക്യാൻസൽ ആയി പോകേണ്ടി എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഈ 2നെ പുറത്തോട്ട് കൊണ്ടുവരാം. എ സ്ക്വയർ ഈക്വൽ ടു 144 ഇൻറ്റു 2 എന്നാവും. ഇതിവിടെ ഹരിക്കാനുള്ള പുറം വരുമ്പോൾ എന്താവും? ഗുണിക്കാനും. എ സ്ക്വയർ 144 ഇൻറ്റു 2 ആണെന്നുണ്ടെങ്കിൽ എ എന്തായിരിക്കും? അതിന്റെ റൂട്ട് കണ്ടാൽ മതി അല്ലെ? അഥവാ ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 258 കിട്ടും, അതിന്റെ റൂട്ട്. അല്ലെങ്കിൽ റൂട്ട് കാണാതെ തന്നെ എ സ്ക്വയർ 258 നമുക്ക് കിട്ടി. റൂട്ട് കാണേണ്ട ആവശ്യമില്ല, പോട്ടെ. റൂട്ട് 258 റൂട്ട് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്ക്വയർ കാണുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോകും അല്ലെ? അപ്പൊ എ സ്ക്വയർ വെച്ചിട്ട് തന്നെ നമുക്ക് ഏതാ റൂട്ട് കാണണ്ട. എ സ്ക്വയർ നമുക്ക് കിട്ടി 258. എച്ച് നമുക്കറിയാം 12 ആണ്. വോളിയം എന്താണ്? 1/3 എ സ്ക്വയർ എച്ച്. അപ്പൊ 1/3 ഇൻറ്റു 258. എ സ്ക്വയർ 258 ഇൻറ്റു 12. ഇനി നമുക്ക് 12 അല്ലെങ്കിൽ 258 നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 258 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 28 എത്ര 3 ഉണ്ട്? 9 3 27. 18 വരും. 6 3 18, 96. പിന്നെ 96 ഇൻറ്റു 12 ചെയ്യാം. 2 6 12, 2 ഇഷ്ടം 1, 1 9 18 1 19, 1 6 6, 1 9 9, 2 9 6 15, 5 ഇഷ്ടം 1, 9 1 10 1 11, 1152 സെന്റിമീറ്റർ ക്യൂബ്.